ഓപ്പറേഷൻ സിന്ദൂറിന് പിന്നാലെ ഇന്ത്യയുടെ മറ്റൊരു യുദ്ധാഭ്യാസം പാകിസ്ഥാന്റെ ഉറക്കം കെടുത്തുകയാണ്. പാക് അതിർത്തിയിൽ ആരംഭിച്ച തൃശൂൽ എന്ന 12 ദിവസത്തെ ത്രിസേനാ യുദ്ധാഭ്യാസമാണ് ഇത്. എന്തിനാണ് ഇന്ത്യയുടെ ഈ സൈനിക അഭ്യാസത്തെ പാകിസ്ഥാൻ ഭയക്കുന്നത്? അറിയാം. ഓപ്പറേഷൻ സിന്ദൂർ ഒന്നിന്റെയും അവസാനമല്ല, അതൊരു തുടക്കം മാത്രമാണ്. അണിയറയിൽ പാകിസ്ഥാൻ ചിലതൊക്കെ ഒരുക്കുമ്പോൾ നേരിടാൻ ഭാരതം സജ്ജമാണോ? ആ ചോദ്യത്തിനുള്ള ഉത്തരമാണ് തൃശൂൽ. ഗുജറാത്ത്, രാജസ്ഥാൻ സംസ്ഥാനങ്ങളിലായി 12 ദിവസം നീളുന്ന സൈനികാഭ്യാസം. ഇന്ത്യക്കും പാകിസ്ഥാനുമിടയിൽ 100 കിലോമീറ്റർ നീളത്തിലുള്ള ജലപാത സർക്രീക്കാണ് യുദ്ധാഭ്യാസത്തിന്റെ കേന്ദ്രബിന്ദു. പ്രത്യേക സേനാ കമാൻഡോകളും മിസൈൽ യൂണിറ്റുകളും യുദ്ധക്കപ്പലുകളും ടാങ്കുകളും റഫാൽ, സുഖോയ് 30 പോലെയുള്ള പോർവിമാനങ്ങളും അണിനിരത്തി തെക്കൻ പാകിസ്ഥാനെ ലക്ഷ്യമിട്ടുള്ള യുദ്ധസന്നാഹം തന്നെയാണ് തൃശൂൽ. പാകിസ്ഥാൻ സർക്രീക്ക് മേഖലയിൽ കടന്നുകയറാൻ ശ്രമിച്ചാൽ ആ രാജ്യത്തിന്റെ ചരിത്രവും ഭൂപടവും മാറ്റുന്ന മറുപടി ഉണ്ടാകുമെന്ന് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് മുന്നറിയിപ്പ് നൽകിയതിന് പിന്നാലെയാണ് 3 സേനാ വിഭാഗങ്ങളും ഒരുമിച്ച് ചേർന്നുള്ള യുദ്ധാഭ്യാസം. തൃശൂൽ സൈനികാഭ്യാസം പ്രഖ്യാപിച്ചതിന് പിന്നാലെ പാകിസ്ഥാൻ അവരുടെ വ്യോമപാത അടച്ചുപൂട്ടി. അതിനോടൊപ്പം തന്നെ ശക്തമായ നിരീക്ഷണവും ഏർപ്പെടുത്തി. വടിവെട്ടിയപ്പോൾ തന്നെ പാകിസ്ഥാൻ ഭയന്നു എന്നർത്ഥം. ഭൂമി, സമുദ്രം, ആകാശം, സൈബർ, ബഹിരാകാശം എന്നീ മേഖലകളിലാകെ രാജ്യത്തിന്റെ സംയുക്ത യുദ്ധസന്നാഹശേഷിയും പ്രവർത്തനക്ഷമതയും പരിശോധിക്കുന്നതാണ് തൃശൂൽ. മരുഭൂമിയിലും സമുദ്രത്തിലും വ്യോമമേഖലയിലും യുദ്ധാഭ്യാസങ്ങൾ അരങ്ങേറും. സർക്രീക്ക് മേഖലയിൽ ഏറ്റുമുട്ടലുണ്ടായാൽ ഇപ്പോൾ നടക്കുന്ന പരിശീലനം ഇന്ത്യൻ സൈന്യത്തിന് മേൽക്കൈ നൽകും. 20,000-ലധികം സൈനികർ, റഫാൽ, സുഖോയ് 30 യുദ്ധവിമാനങ്ങൾ, മെയിൻ ബാറ്റിൽ ടാങ്കുകൾ, ഹോവിസ്റ്ററുകൾ, S-400 വ്യോമ പ്രതിരോധ സംവിധാനം എന്നിവ തൃശൂലിൽ അണിനിരക്കുന്നുണ്ട്. കരസേനയുടെ ഭാഗത്തു നിന്നും T-90 ടാങ്കുകൾ, ബ്രഹ്മോസ് മിസൈൽ യൂണിറ്റുകൾ, ആകാശ് മിസൈൽ പ്രതിരോധ സംവിധാനം, പ്രചണ്ഡ് ഹെലികോപ്റ്റർ തുടങ്ങിയവ യുദ്ധപരിശീലനത്തിൽ ഉപയോഗിക്കപ്പെടുന്നു. വ്യോമസേന റഫാൽ, സുഖോയ് Su-30, സീ ഗാർഡിയൻ, ഹെറോൺ ഡ്രോൺസ് എന്നിവ അണിനിരത്തിയിട്ടുണ്ട്. കൊൽക്കത്ത ക്ലാസ് ഡിസ്ട്രോയറുകൾ, നീലഗിരി ക്ലാസ് ഫ്രിഗേറ്റുകൾ, ഫാസ്റ്റ് അറ്റാക്ക് ബോട്ടുകൾ എന്നിവയാണ് നാവികസേനയുടെ കരുത്ത്. പാരാ SF, മാർക്കോസ്, ഗരുഡ് കമാൻഡോകൾ തുടങ്ങി സ്പെഷ്യൽ ഫോഴ്സുകളും യുദ്ധാഭ്യാസത്തിന്റെ ഭാഗമായുണ്ട്. ഓപ്പറേഷൻ സിന്ദൂറിലെ തിരിച്ചടി പാകിസ്ഥാനെ തെല്ലൊന്നുമല്ല പിടിച്ചു കുലുക്കിയിട്ടുള്ളത്. കശ്മീരിൽ ഇന്ത്യ ജാഗ്രത കടുപ്പിച്ചതിനാൽ പാകിസ്ഥാന്റെ എല്ലാ ലക്ഷ്യവും ഇന്ത്യയുടെ പശ്ചിമ തീരം കേന്ദ്രീകരിച്ചാണ്. ബംഗ്ലാദേശുമായി ചേർന്ന് വടക്ക് കിഴക്കൻ അതിർത്തിയിലും ഏത് നിമിഷവും എന്തും പ്രതീക്ഷിക്കാം. ലഷ്കർ-ഇ-തൊയ്ബ ഭീകര നേതൃത്വവും പാക് സൈനിക ജനറലും ബംഗ്ലാദേശ് സന്ദർശിച്ചത് വെറുതെയല്ല. അമേരിക്കൻ പിന്തുണ ഒളിഞ്ഞും തെളിഞ്ഞും പാകിസ്ഥാന് ലഭിക്കുന്നുണ്ടെന്നതും സാഹചര്യം വഷളാക്കുന്നുണ്ട്. ഇക്കാരണത്താൽ തന്നെ തൃശൂൽ വെറുമൊരു യുദ്ധാഭ്യാസം മാത്രമല്ല, നേരെ മറിച്ച് ചരിത്രവും ഭൂപടവും മാറ്റുന്ന മറുപടി പാകിസ്ഥാന് നൽകാനുള്ള മുന്നൊരുക്കം തന്നെയാണ്. ഇത് പുതിയ ഇന്ത്യയാണ് എന്ന കാര്യം ലോകത്തിനും പാകിസ്ഥാനും പലകുറി മനസ്സിലാക്കി കൊടുത്തതാണ്. ചെറിയ പ്രകോപനങ്ങൾക്ക് പോലും ഉമ്മറത്ത് കയറി അടിക്കുന്ന പുതിയ ഇന്ത്യ. കണ്ടറിയാത്തവൻ കൊണ്ടറിയും എന്നു മാത്രമാണ് പാകിസ്ഥാനെ ഓർമ്മപ്പെടുത്താനുള്ളത്. എസ് ശ്രീകാന്ത്, ജനം, ഡൽഹി.